ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ ദിവസമല്ലേ ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് എൻ്റെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടായിട്ട് ഞാൻ വീഡിയോസോ കാര്യങ്ങളൊന്നും ഇടാതിരുന്നത്. അപ്പം അതൊക്കെ എന്താ ഞാൻ വഴിയെ നിങ്ങളോട് മെല്ലെ പറയാം കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്ന ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പഴയ ചാനലല്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇഡലിക്ക് ഓൾറെഡി ഞാൻ ഇന്നലെ അരച്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നല്ലോണം പുളിച്ച് പൊങ്ങിയേക്കുമെന്നു ഇഡലി ആക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഇഡലി പാത്രത്തിൽ തന്നെയായിട്ട് ഞാൻ ഇഡലി ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് വേറെ എന്താ ഉണ്ടേ, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. എനിക്ക് ഇഡലി കുക്കർ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇതായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ അപ്പച്ചെമ്പ് വാങ്ങിയിട്ട് അങ്ങനത്തെ ഇഡലി പാത്രം ഞാൻ വാങ്ങിയതാണ്. നേരത്തെ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇഡലി ഇറക്കി അങ്ങ് വെച്ചത്. 3 തട്ടുണ്ട്. 3 തട്ടും വെച്ച് ഞങ്ങൾ മാത്രം ഉള്ളെങ്കിൽ ഞങ്ങൾക്ക് 3 തട്ടിൽ ഒറ്റ പ്രാവശ്യം വെച്ചാൽ മതി. വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി തട്ട് 3 കൂടി നിറച്ച് വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇഡലി ഇവിടെ അടച്ചാൽ സെറ്റ് ചെയ്ത് വെച്ചു. കറക്റ്റ് ഞാൻ സമയം നോക്കും കേട്ടോ. ഞാനത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ഞാൻ നോക്കുന്നത്. 10 മിനിറ്റ് ആകുമ്പം ഞാൻ കറക്റ്റ് ഓഫ് ആകും കേട്ടോ. അപ്പോൾ എൻ്റെ ഇഡലി കറക്റ്റ് വേവായിരിക്കും. കാരണം എനിക്കില്ലാതെ ഡൗട്ടാണ്, ഇഡലി വെന്തമില്ല, അങ്ങനെ തുറന്ന് നോക്കിയാലൊന്നും തിരിയത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് 10 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ ഇഡലി വെന്തോന്നൊക്കെ നോക്കുന്ന കേട്ടോ. അപ്പോൾ സാമ്പാറാക്കണം. അപ്പോൾ ഓൾറെഡി സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് കഴുകി സെറ്റാക്കി മുറിച്ചൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. മുരിങ്ങക്കോലും തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ കേടായിരുന്നു കുറച്ച് ഭാഗം, ഒന്നും ആയിട്ട് നിർത്തില്ല. പുറമെ കണ്ട വഴുതനയ്ക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉള്ളിൽ ഫുള്ള് കേടായിരുന്നു. പിന്നെ അതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ട് ഒരു വിസിലങ്ങ് അടുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഓക്കെ ആയിക്കോളൂല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചതാട്ടോ. വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ ഒന്ന് എണ്ണയ്ക്കകത്ത് വഴറ്റിക്കിടുവാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ വെന്ത് അലിഞ്ഞു പോകത്തൊന്നുമില്ല. ഒന്നിച്ച് നമ്മളെല്ലാം കൂടി ഇരിക്കുമ്പം വേവ് കുറവുള്ളതൊക്കെ നല്ലോണം ഒന്ന് വെന്ത് ഇതായിട്ട് പോകും. പിന്നെ എനിക്കങ്ങനെ ഇവിടെ ആരും പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും പറക്കി തരുന്ന ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ടും അത് കഷ്ണമായിട്ട് കിടന്നത് പറക്കി മാറ്റി വെക്കുന്ന ആൾക്കാർ ഇവിടെ ഉള്ളവരെല്ലാം. അതുകൊണ്ട് എല്ലാം അങ്ങ് അലിഞ്ഞ് ചേരുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ഞാൻ കുക്കറിലിട്ടങ്ങ് നല്ല അടിപൊളിയായിട്ടങ്ങ് 1-2 വിസിലങ്ങ് അടുപ്പിക്കും. അപ്പം നല്ല കൊഴുപ്പിൽ സാമ്പാർ കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് പരിപ്പും കൂടി ഇട്ടു. പരിപ്പും കൂടി ഇട്ടാലേ ഒരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ വെള്ള സാമ്പാർ പോലെ. ഇപ്പം തേങ്ങയും വറുത്തരച്ചിട്ട് സാമ്പാർ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അതാകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വറുത്തരച്ച സാമ്പാർ. പൊടി തന്നെ ഇട്ട് വെക്കുമ്പോൾ പൊടിയുടെ ഒരു കുത്തലൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കേട്ടോ. എന്നിട്ട് 2 വിസിൽ, ആ 2 വിസിലായി കഴിയുമ്പോഴേക്കും സെറ്റായിക്കോളും. ഇഡലി ഓൾറെഡി അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച സാമ്പാറാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തേങ്ങയും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ശകലം ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിലായിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തു. അത് വറുത്തവിടെ എടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പോഴത്തെ ഇഡലി ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ കറക്റ്റ് 10 മിനിറ്റ് വെച്ചിട്ട് ഞാൻ ഇഡലി നോക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം കറക്റ്റ് 10 മിനിറ്റ് ആയി. അപ്പോഴേക്ക് ഞാൻ ഓടി അതെടുത്ത് പുറത്ത് വെച്ച് തണുത്ത് കഴിഞ്ഞപ്പം അത് വേഗം കാസറോളിലേക്ക് ഞാൻ സ്പൂണും കൊണ്ട് ഇതാക്കി എടുത്തു കേട്ടോ. ചിലവരൊക്കെ ഇഡലി കൈ കൊണ്ടൊക്കെ എടുക്കുന്നതാണ്. എൻ്റെ ഇഡലി കൈ കൊണ്ടൊന്നും എടുക്കാൻ കിട്ടുമൊന്നുമില്ല, സ്പൂൺ ഉപയോഗിച്ച് തന്നെ കിട്ടണം. ചില സമയം സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം കുത്തരുത്, പിന്നെ വേഗം അങ്ങോട്ട് പോകുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഇഡലി, നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലി കിട്ടിയായിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ നല്ല അത്യാവശ്യം ഒന്ന് വറുത്ത് ശരിയായി സെറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി, ഇത്ര ഓട്ടോ എടുത്തത്. എന്നിട്ട് നല്ലോണം ഒന്ന് അത് മൂപ്പിച്ച് കൊടുക്കും. അത് മൂത്ത് കഴിഞ്ഞതിന് തണുത്തതിന് ശേഷം മിക്സിക്കകത്ത് നല്ലോണം അരച്ചിടും കേട്ടോ. അരച്ചിട്ട് ഈ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം കടുകും കൂടി ഇട്ട് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി നല്ല വറുത്തരച്ച അടിപൊളി സാമ്പാർ റെഡി കേട്ടോ. എന്നെ ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാമ്പാറും ഇഡലിയും കൂടി കഴിക്കാൻ. ഇങ്ങനെ തന്നെ സാമ്പാർ വെക്കണം, മറ്റേ പൊടി മാത്രം ഇട്ടിട്ട് വെക്കുന്ന ഒരു രസമില്ല എനിക്കിത്. ഇതിനോടത്ത് മറ്റേ തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല, അത്രയ്ക്കും ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ സാമ്പാർ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെക്കുന്ന രീതിക്ക് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം. അത്ര വലിയ ഭയങ്കര ടൈം കൺസ്യൂമിങ് ഒന്നുമല്ല. നമ്മൾ സാമ്പാറും കഷ്ണം വേവിക്കാൻ വെക്കുന്ന സമയത്ത് തേങ്ങയും കൂടി ഒന്ന് ചേരേണ്ടി വറുത്തെടുക്കണം എന്നുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറുമായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ എന്താ പറയുക വീഡിയോസ് എല്ലാം ഫുള്ള് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇനിയിപ്പം എല്ലാ ദിവസവും ഞാൻ ഒരു ദിവസം പോലും മുടക്കാതെ വീഡിയോസൊക്കെ ആയിട്ട് വരാൻ കേട്ടോ. ഇത്രയും ദിവസം എന്താ വീഡിയോസ് ഇല്ലാത്തതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്യാം കേട്ടോ. കാരണം ഈ എന്താ പറയുക, യൂട്യൂബിലെ തുടക്കക്കാർക്ക് പറ്റുന്ന ഒത്തിരി അബദ്ധങ്ങളുണ്ട്. ഇപ്പോൾ യൂട്യൂബിന് ഭയങ്കര സ്ട്രിക്റ്റ്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ഉണ്ട്. ഒരു ചെറിയൊരു ഇത് നമ്മുടെ അടുത്ത് പറ്റിയാൽ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ്റെ പ്രശ്നങ്ങളും ഒക്കെ സംഭവിക്കും കേട്ടോ. അങ്ങനെ എനിക്കും പറ്റിപ്പോയത്. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ ബൈ.